ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചേ? ഡിവിസിബിലിറ്റി ബൈ 10 വരെ പഠിച്ചു. പിന്നെ പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സും അല്ലേ? പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചു, കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണെന്നും പഠിച്ചു. പഠിച്ചല്ലോ. എന്താ പ്രൈം നമ്പേഴ്സ്? എന്താ പ്രൈം നമ്പേഴ്സ്? 1ഉം അതേ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ്. ദെൻ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വെച്ചാല് എന്താ? കോമ്പോസിറ്റ് നമ്പേഴ്സ് രണ്ടിൽ കൂടുതൽ നമ്പേഴ്സ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ അതിന്റെ ടേബിൾ നിങ്ങൾ നോക്കിയില്ലേ? പേജ് നമ്പർ 111, പേജ് നമ്പർ 111. എന്താ അല്ല? ഒന്നുമില്ല മിസ്. ഓക്കെ, പേജ് നമ്പർ 111 ആ ടേബിൾ കണ്ടില്ലേ? നമ്പേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻ ഫാക്ട്സ്, ഫാക്ടേഴ്സ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ? ഓക്കെ, അതിനകത്ത് നമ്മൾ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞു, കോമ്പോസിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞു. ഇനി 9ഉം 10ഉം ഒന്ന് നോക്കിയേ അതേ ടേബിളിനകത്ത്. 9ഉം 10ഉം അതിന്റെ ഫാക്ടേഴ്സ് ഒന്ന് നോക്കിയേ. 9ന്റെയും 10ന്റെയും ഫാക്ടേഴ്സ്. 9ന്റെ ഫാക്ടേഴ്സ് 1, 3, 9 അല്ലെ? 1ഉം 3ഉം 9ഉം ഏതിന്റെ ഫാക്ടേഴ്സ്? 9ന്റെ ഫാക്ടേഴ്സ്. 10ന്റെ ഫാക്ടേഴ്സോ 1, 2, 5, 10. അതില് ആ രണ്ട് ഫാക്ടേഴ്സ് നോക്കിയാൽ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? ഫാക്ടേഴ്സിനകത്ത് കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? രണ്ടിലും ഒരുപോലെ വരുന്നത് 1 മാത്രമേ ഉള്ളൂ അല്ലേ? 9ന്റെയും 10ന്റെയും ഫാക്ടേഴ്സ് നോക്കിയാൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ 1 മാത്രമേ ഉള്ളൂ അല്ലേ? എന്നാല് 8ഉം 10ഉം നോക്കിയാലോ? 8ന്റെ ഫാക്ടേഴ്സ് നോക്കി. 8ന്റെ ഫാക്ടേഴ്സ് 1, 2, 4, 8. 10ന്റെ ഫാക്ടേഴ്സ് 1, 2, 5, 10. രണ്ടിലും കോമൺ ആയിട്ട് 1ഉം വരുന്നുണ്ട്, 2ഉം വരുന്നുണ്ട് അല്ലേ? 9ഉം 10ഉം നോക്കിയാൽ 1 മാത്രമേ കോമൺ ആയിട്ട് വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ 1 മാത്രം കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്? കോപ്രൈംസ്. കോപ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ കോപ്രൈംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേജിലുണ്ട് അതിന്റെ എക്സ്പ്ലനേഷൻ. പേജ് നമ്പർ 112. അതില് 4th ലൈൻ ഒന്ന് നോക്കിയേ. നമ്പേഴ്സ് വിച്ച് ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ് അതർ ദാൻ 1 ആർ കോൾഡ് കോപ്രൈം നമ്പേഴ്സ് ഓർ കോപ്രൈംസ്. രണ്ട് നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് നോക്കിയാല് 1 മാത്രം കോമൺ ഫാക്ടർ ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് കോപ്രൈംസ് അല്ലെങ്കിൽ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും കോപ്രൈംസ് നിങ്ങൾക്ക് ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? 9ഉം 10ഉം അല്ലാതെ 2 and 3. 2ഉം 3ഉം അതിൽ 1 മാത്രമേ കോമൺ ആയിട്ട് വരുന്നുള്ളൂ. പിന്നെ 3ഉം 4ഉം അതിലും 1 മാത്രമേ കോമൺ ആയിട്ട് വരുന്നുള്ളൂ. 4ഉം 5ഉം 3ഉം 5ഉം 3ഉം 6ഉം 5ഉം 7ഉം 3ഉം 7ഉം. അങ്ങനെ നമ്മൾ നോക്കിയാൽ 1 മാത്രം കോമൺ ഫാക്ടർ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആണ് എന്ത്? കോപ്രൈംസ് അല്ലെങ്കിൽ കോപ്രൈം നമ്പേഴ്സ്. 6ഉം 8ഉം അല്ല, 6ലും 8ലും 2 വരുന്നുണ്ടല്ലോ. 1ഉം 2ഉം കോമൺ ആയിട്ട് വരുന്നില്ലേ 6ലും 8ലും? അങ്ങനെ വരരുത്. 1 മാത്രം രണ്ടിന്റെയും ഫാക്ടേഴ്സിൽ കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ that numbers are called coprimes. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ നെക്സ്റ്റ് പേജിലെ. Numbers which have no common factors other than 1 are called
Co-prime numbers or co-primes. Page number 112 fourth line. തുടങ്ങുന്ന അവിടുന്ന് താഴേക്ക് fourth line. Numbers which have no common factors other than 1 are called co-primes. ഇനി നമുക്ക് 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിൽ പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് നോക്കാം. ആ മെത്തേഡ് ഞാൻ പറയുന്നത് എന്താ പറയാ? sieve of Eratosthenes. എന്താ പറയാ? sieve of Eratosthenes. Eratosthenesന്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേ. ERATOSTHENES. ഇതെന്താ നമ്മൾ ചെയ്യുന്നത്? 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സില് 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സില് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ, പിന്നെ ഏതാ കോമ്പോസിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. അപ്പോ ഈ ടേബിൾ അതൊരു ടേബിൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് എഴുതിയിട്ടുള്ള ഒരു ടേബിൾ ആയിട്ടാണ് ചെയ്യുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് BC തേർഡ് സെഞ്ചുറി, അതായത് യേശു ഒക്കെ ജനിക്കുന്നതിന് കുറേ മുന്നേ, ക്രിസ്തുവർഷം തുടങ്ങുന്നതിന് കുറേ മുന്നേ ഗ്രീക്ക് മാത്തമാറ്റീഷ്യനായ എറാത്തോസ്തനീസ് എന്ന് പറയുന്ന ഒരാള് ഗ്രീസിൽ താമസിച്ച ഒരാളാണ്. ഗ്രീസിലത്തെ ഒരു മാത്തമാറ്റീഷ്യനായ എറാത്തോസ്തനീസ് ഡെവലപ്പ് ചെയ്ത ഒരു മെത്തേഡാണ് sieve of Eratosthenes. ഓക്കെ, അപ്പൊ അതിലെന്താ പറയുന്നത്? 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിൽ നമുക്ക് പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ്. അതിനെന്താ വേണ്ടെന്നറിയോ? നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാ, ആ ടെക്സ്റ്റിൽ കാണുന്നില്ലേ 1 മുതൽ 100 വരെ എഴുതിയിട്ട് കാണുന്നില്ലേ, അതേപോലെ 100 വരെ ഒന്ന് എഴുതിയേ. നിങ്ങൾ കുറച്ച് വിട്ട് വിട്ട് എഴുതണേ. ഒരു ലൈനിൽ 1 മുതൽ 10 വരെ എഴുതാം, എന്നിട്ട് നേരെ താഴെ അതേപോലെ 100 വരെ എഴുതാം. എന്താ ഷെഫി? കോളം വരച്ചിട്ടൊന്നും എഴുതണ്ട, കോളം വരയ്ക്കാതെ നേരെ നേരെ എഴുതിയാ മതി. എന്താ ദേവാഞ്ജന? എന്തോ ഹെഡിങ് sieve of Eratosthenes എഴുതിയാ മതി. അതേ ഹെഡിങ് തന്നെ എഴുതിയാ മതി. സ്പെല്ലിംഗ് നോക്കി എഴുതണേ. sieve 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 of Eratosthenes. എന്നാ sieve എന്ന് വെച്ചാൽ എന്താ? നമ്മൾ അരിച്ചെടുക്കൂലേ, നമ്മൾ മണലൊക്കെ അരിച്ചെടുക്കാറില്ലേ, സിമെന്റ് കുഴക്കാൻ വേണ്ടി, മിക്സ് ചെയ്യാൻ വേണ്ടി മണലൊക്കെ അരിച്ചെടുക്കൂലേ, അതുപോലെ നമ്മൾ നമ്പേഴ്സിനെ അരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് sieve എന്ന് പറയുന്നത്. sieve of Eratosthenes. ഓക്കെ, അപ്പൊ മിസ്സും കൂടി ടൈപ്പ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു പോവാം. വൺ മുതൽ 10 വരെ ഒരു ലൈനില് 4, 5, 6. അത് കഴിഞ്ഞിട്ട് 11 മുതൽ 20 വരെ നെക്സ്റ്റ് ലൈനില് ഒരു പേജ് മുഴുവനായിട്ട് തന്നെ എടുത്തിട്ട് എഴുതിക്കോട്ടോ.
എഴുതി കഴിഞ്ഞോ? ഓക്കെ, എഴുതിക്കോ. കഴിഞ്ഞോ? ഓക്കെ, എഴുതി കഴിഞ്ഞവര് ഇവിടെ ശ്രദ്ധിച്ചോ. 1 മുതൽ 100 എഴുതി കഴിഞ്ഞവർ ഇവിടെ ഒന്ന് നോക്കണേ. എഴുതാത്തവര് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കിക്കോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാല് 1നെ അങ്ങ് സ്ട്രൈക്ക് ചെയ്തു. 1ന്റെ മേലെ ഇതുപോലൊരു വര അങ്ങിട്ട് കൊടുത്തു. ഒന്ന് സ്ട്രൈക്ക് ചെയ്തു 1നെ. വൈ? എന്തുകൊണ്ടാ 1നെ നമ്മൾ അങ്ങ് സ്ട്രൈക്ക് ചെയ്ത് വെച്ചേ? 1 എന്ന് പറയുന്ന നമ്പർ we know 1 is not a prime number, neither a prime number nor a composite number. 1 എന്ന് പറയുന്ന നമ്പർ പ്രൈം നമ്പറും അല്ല, വേറെന്തല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല, അല്ലേ? 1 എന്ന് പറയുന്ന നമ്പർ പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല. അപ്പൊ അതുകൊണ്ട് 1 അങ്ങ് സ്ട്രൈക്ക് ചെയ്ത് വെച്ചു. എല്ലാവരും 1ന്റെ മേലൊരു വരയിട്ട് വെച്ചോ. 1 അങ്ങ് സ്ട്രൈക്ക് ചെയ്തു. അടുത്ത വരുന്ന നമ്പർ 2. 1 കഴിഞ്ഞ 2 അല്ലേ? 2 എന്ന് പറയുന്ന നമ്പർ പ്രൈം നമ്പർ ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. തൊട്ട് മുന്നത്തെ പേജിൽ നമ്മൾ 2 എന്ന് പറയുന്ന നമ്പർ പ്രൈം നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതുകൊണ്ട് ആ 2ന് നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുന്നു. എന്ത് വരയ്ക്കുന്നു? 2ന്റെ ചുറ്റും ഒരു സർക്കിള് വരച്ചു. വരച്ചോ എല്ലാരും? വരച്ചോ? 2ന് ചുറ്റും ഒരു സർക്കിൾ വരച്ചില്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ 100 വരെയുള്ള നമ്പേഴ്സിൽ 2ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഒക്കെ സ്ട്രൈക്ക് ചെയ്യാം. 2ന് മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനൊക്കെ മേലെ ഒരു വരയിട്ട് കൊടുക്കുക, തടഞ്ഞു വെക്കുക. ഓക്കെ, 2 വരയ്ക്കണ്ട. 2ന് നമ്മൾ സർക്കിൾ വരച്ചതല്ലേ. 2 കഴിഞ്ഞിട്ട് വരുന്ന മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള വരുന്ന നമ്പേഴ്സ് ഒക്കെ സ്ട്രൈക്ക് ചെയ്ത് വെക്കുക. അടുത്ത ഏതാ? ഞാൻ ഓരോന്ന് പറയുമ്പോഴും നിങ്ങൾ സ്ട്രൈക്ക് ചെയ്ത് പോയിക്കോ. 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26, 28, 30, 32, 34, 36, 38, 40, 42, 44, 46, 48, 50, 52, 54, 56, 58, 60. എല്ലാവരും വരയ്ക്കുന്നുണ്ടല്ലോ. 62, 64, 66, 68, 70, 72, 74, 76, 78, 80, 82, 84, 86, 88, 90, 92, 94, 96, 98,
100. 100 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? സ്ട്രൈക്ക് ചെയ്ത് വെച്ചു. സ്ട്രൈക്ക് ചെയ്ത നമ്പേഴ്സ് ഏതൊക്കെയാ? 2ന്റെ മൾട്ടിപ്പിൾസ്. ഇനി 1 കഴിഞ്ഞു, നമ്മൾ 2 കഴിഞ്ഞു. അടുത്ത വരുന്ന നമ്പർ ഒന്നുകിൽ സ്ട്രൈക്ക് ചെയ്യണം അല്ലെങ്കിൽ സർക്കിൾ ചെയ്യണം. അത് രണ്ടും ചെയ്യാത്ത നമ്പർ അടുത്തത് ഏതാ? സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവരുത്, റൗണ്ട് ചെയ്തിട്ടുണ്ടാവരുത്. അടുത്ത നമ്പർ ഏതാ അങ്ങനെ വരുന്നേ? രണ്ടും ചെയ്യാത്ത നമ്പർ ഏതാ? 3. 3 അല്ലേ? 3ന് ചുറ്റും ഒരു സർക്കിൾ വരച്ചോ. 3ക്ക് ചുറ്റും ഒരു സർക്കിൾ. ത്രീക്ക് ചുറ്റും ഒരു സർക്കിൾ വരച്ചോ? വരച്ചോ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് ഈ സ്ട്രൈക്ക് ചെയ്യാത്ത നമ്പേഴ്സ് ഇല്ലേ, 5, 7, 9, 11, 13, 15 അങ്ങനെ വരുന്ന നമ്പേഴ്സ് ഇല്ലേ, ആ നമ്പേഴ്സില് 3ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ സ്ട്രൈക്ക് ചെയ്യും. 3ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ സ്ട്രൈക്ക് ചെയ്യും. മിസ് പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾ ഓരോന്ന് സ്ട്രൈക്ക് ചെയ്താൽ മതി. 3 കഴിഞ്ഞാൽ 6 ഓൾറെഡി നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 9, 12 ചെയ്തിട്ടുണ്ട്, 15, പിന്നെ വരുന്നത് 18, 21, 24 ചെയ്തിട്ടുണ്ട്, 27, 30 ചെയ്തിട്ടുണ്ട്, 33, 36 ചെയ്തിട്ടുണ്ട്, 39 കഴിഞ്ഞാൽ 42 ചെയ്തിട്ടുണ്ട്, 45, 48 ചെയ്തിട്ടുണ്ട്, 51, 54 ചെയ്തിട്ടുണ്ട്, 57, 60 ചെയ്തിട്ടുണ്ട്, 63, 66 ചെയ്തിട്ടുണ്ട്, 69, 72 ചെയ്തിട്ടുണ്ട്, 75, 78 ചെയ്തിട്ടുണ്ട്, 81, 84 ചെയ്തിട്ടുണ്ട്, 87, 90, 93, 96 ചെയ്തിട്ടുണ്ട്, 99. അത്രയും നമ്പേഴ്സ് നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. അടുത്തത് സ്ട്രൈക്ക് ചെയ്യാത്ത, സർക്കിൾ ചെയ്യാത്ത നമ്പർ ഏതാ? 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 5 അല്ലേ? 5ന് ചുറ്റും ഒരു സർക്കിൾ വരച്ചേ. 5ന് ചുറ്റും ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, 5ന് ചുറ്റും ഒരു സർക്കിൾ വരച്ചു. ഇനി എന്താ ചെയ്യണ്ടേ? 5ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഒക്കെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യണം. 5ന്റെ മൾട്ടിപ്പിൾസ് ആയ നമ്പേഴ്സ് 10, 20, 30, 40 ഒക്കെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 5 വേണ്ട, 15 ചെയ്തിട്ടുണ്ട്, 25, 35, 45 ചെയ്തിട്ടുണ്ട്, 55, 65, 75 ചെയ്തിട്ടുണ്ട്, 85, അത് കഴിഞ്ഞിട്ട് 95. ഈ നമ്പേഴ്സ് ഒക്കെ നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. ഇനി അടുത്തത് ഏതാ? 5 കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ വരുന്നത് 7. 7ന് ചുറ്റും എന്ത് വേണം? ഒരു സർക്കിൾ വരയ്ക്കണം. ഓക്കെ, ഇനി എന്താ വേണ്ടേ? 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഒക്കെ സ്ട്രൈക്ക് ചെയ്യണം. 7ന്റെ 14 ചെയ്തിട്ടുണ്ട്, 21 ചെയ്തിട്ടുണ്ട്, 28 ചെയ്തിട്ടുണ്ട്, പിന്നെ 35, 42, 49 ചെയ്തു. 49 കഴിഞ്ഞിട്ട് 56 ചെയ്തു, 63 ചെയ്തു, 70 ചെയ്തു, 77 കഴിഞ്ഞാൽ 84 ചെയ്തു, 91 സ്ട്രൈക്ക് ചെയ്തു. നെക്സ്റ്റ് 98 സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്പർ ഏതാ? സ്ട്രൈക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ
സർക്കിൾ ചെയ്യോ ചെയ്യാത്ത നമ്പർ ഏതാ? ലെവൻ അല്ലേ? ഓക്കെ 11. 11ന്റെ ബാക്കി മൾട്ടിപ്പിൾസ് എല്ലാം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടോ നോക്കിയേ. 11, 22, 33, 44, 55, 66, 77, 88, 99 എല്ലാം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് വരുന്നത് 13. 13ന്റെ എല്ലാ മൾട്ടിപ്പിൾസും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടോ നോക്കണം. 13, 26, 39, 39 കഴിഞ്ഞിട്ട് 52, 52 കഴിഞ്ഞിട്ട് 65, 65 കഴിഞ്ഞിട്ട് 78, 78 കഴിഞ്ഞിട്ട് 91 എല്ലാം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി ഇതില് ബാക്കി വരുന്ന നമ്പേഴ്സ് ഒക്കെ, ബാക്കി സ്ട്രൈക്ക് ചെയ്യാത്ത നമ്പേഴ്സിനൊക്കെ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. സ്ട്രൈക്ക് ചെയ്യാത്ത നമ്പേഴ്സ് ഒക്കെ സർക്കിൾ ചെയ്യാം. സ്ട്രൈക്ക് ചെയ്യാത്ത നമ്പേഴ്സിന് ചുറ്റും റൗണ്ട് വരയ്ക്കാം. 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89, 97. എല്ലാ നമ്പേഴ്സും ആയില്ലേ? ആയില്ലേ എല്ലാ നമ്പേഴ്സും? ഒന്നുകിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സർക്കിൾ ചെയ്തിട്ടുണ്ടാവും. ഒഴിഞ്ഞു പോയ ഒന്നുമില്ലല്ലോ? അപ്പോ ഈ ടേബിൾ ഇപ്പൊ ഒന്ന് നോക്കിയേ. കുറെ നമ്പേഴ്സ് നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്, കുറെ നമ്പേഴ്സ് റൗണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൽ 1 നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട. 1 സ്ട്രൈക്ക് ചെയ്തതാണോ റൗണ്ട് ചെയ്തതാണോ എന്നൊന്നും നിങ്ങൾ നോക്കണ്ട. റൗണ്ട് ചെയ്ത നമ്പേഴ്സ് ഏതൊക്കെയാ? 2, 3, 5, 7, 11, 13, 17, 19, 31, 37, 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89, 97. ഇത്രയും നമ്പേഴ്സ് ആണ് എന്ത് പറയുന്നത്? ഇത്രയും നമ്പേഴ്സിനാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇതിൽ റൗണ്ട് ചെയ്തിരിക്കുന്ന നമ്പേഴ്സിനാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്താ ദേവാഞ്ജന? 23 29 സർക്കിൾ വെച്ചിട്ടില്ല. 23ഉം 29ഉം അല്ലേ? ഓക്കെ, വരയ്ക്കാം. താങ്ക് യു ഫോർ യുവർ ഇൻഫർമേഷൻ. 23ഉം 29ഉം അല്ലേ? ഓക്കെ, ആ രണ്ട് നമ്പേഴ്സും കൂടി പ്രൈം നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സർക്കിൾ ചെയ്ത് വച്ചിരിക്കുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. സർക്കിൾ ചെയ്യാതെ സ്ട്രൈക്ക് ചെയ്ത് വച്ചിരിക്കുന്ന നമ്പേഴ്സ് ആണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. സ്ട്രൈക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പേഴ്സ് ആണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് ഒന്ന് എണ്ണി നോക്കിയേ. എത്ര എണ്ണം സർക്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഒന്ന് എണ്ണി നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. അതായത് 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് എടുത്താൽ we have 25 prime numbers. 25 prime numbers.
മനസ്സിലായോ? സീവ് ഓഫ് ഇറാത്തോസ്റ്റനീസ് ചെയ്ത മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായോ? നോക്കട്ടെ ആർക്കൊക്കെ മനസ്സിലായെന്ന്. പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നാളത്തേക്ക് നിങ്ങൾ എന്താ എഴുതണ്ടേന്ന് അറിയോ? ഇപ്പൊ എഴുതിയ ടേബിൾ ഇല്ലേ, സീവ് ഓഫ് ഇറാത്തോസ്റ്റനീസ് എഴുതിയ ടേബിൾ ഇല്ലേ, അതിന് തൊട്ട് താഴെ പ്രൈം നമ്പേഴ്സ് പറഞ്ഞിട്ട് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാന്ന് എഴുതാം. ഓക്കെ, കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്തുള്ള കോമ്പോസിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാന്ന് എടുത്തെഴുതാം. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ എഴുതണ്ടേ? പ്രൈം നമ്പേഴ്സ് 2, 3, 5, 7, 11, 13, 17, 19 അങ്ങനെ 97 വരെ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞ് എഴുതാം. നെക്സ്റ്റ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് സ്ട്രൈക്ക് ചെയ്ത് വെച്ച നമ്പേഴ്സ് 4, 6, 8, 9, 10, 12, 14, 15 അങ്ങനെ 100 വരെ എല്ലാ നമ്പേഴ്സും അങ്ങനെ പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും ആക്കി മാറ്റി എഴുതാം. ഇന്നത്തെ ഹോംവർക്ക് അത് മതി, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അടുത്ത നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ആണ് എടുക്കാനുള്ളത്. പരമാവധി ആരും ക്ലാസ് കട്ട് ആവാതെ നോക്കണേ, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കണം, കാരണം കുറച്ച് ടഫ് ഉള്ള പോർഷൻ ആണേ. മാക്സിമം എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പോർഷൻ ആണ്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ബൈ, അടുത്ത ക്ലാസ്സിൽ കാണാം.